ലഘുലേഖ വിതരണത്തിനിടെ അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച ലഘുലേഖയിൽ തുപ്പിയെന്നും വളരെ മോശം അനുഭവമാണ് നേരിട്ടതെന്നും പ്രവർത്തകർ ജനം ടിവിയോട് പ്രതികരിച്ചു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പരപ്പനങ്ങാടി ഉള്ളണത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇടതു വലത് മുന്നണികളുടെ ശ്രമമെന്ന് BJP മലപ്പുറം ജില്ലാ അധ്യക്ഷൻ ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നലെ മഹിളാ മോർച്ച പ്രവർത്തകരെ മുസ്ലിം ലീഗും CPM പ്രവർത്തകരും ചേർന്ന് തടഞ്ഞ സംഭവം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകർ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഇന്നലെ വോട്ട് ചോദിക്കാനാണ്, നിവേദ ചേച്ചിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാണ് ഞങ്ങൾ മുണ്ടിയങ്കാവ് ടൗണിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് മോദിജീനെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രമാണ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത്. ഇന്ത്യ തന്നെ നശിച്ചു എന്നൊക്കെ ഞങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി. ഇനിയും ഇന്ത്യ നശിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു വോട്ടും തരില്ല എന്നാണ് ഒരു തീർത്ത് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു വേദനയായിട്ടാണ് തോന്നിയത്. ഞങ്ങളെ വീടുകളിലൊക്കെ എല്ലാ പാർട്ടിക്കാരും വോട്ട് അഭ്യർത്ഥിച്ച് വരേണ്ടി ചെയ്യാമെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാതെ അപമാനിച്ച് വിടാറില്ല. ഇന്നലെ ഞങ്ങൾ അപമാനിച്ച് വിടുകയാണ് അവർ ചെയ്തത്. ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. 6 പേരോടും കൂടിയാണ് അവർ കയർത്ത് സംസാരിച്ചത്. നമുക്കൊരു സങ്കടമായൊരു എന്താ വെച്ചാൽ നമ്മൾ ആ ടൗണിൽ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ നോക്കുന്നത് ഏതോ ഒരു തീവ്രവാദം ചെയ്ത ആളുകളൊക്കെ വന്നൊരു ഫീലിലാണ് നമ്മളെ മറ്റുള്ള ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു പ്രതീക്ഷിച്ച പോലെ ഒരു വോട്ട് അഭ്യർത്ഥന നടത്താൻ പറ്റൂല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ടീം അംഗങ്ങളായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുകയും അവിടെ നിന്ന് മോശമായ രീതിയിൽ പല ആളുകളെടുത്തുനിന്നും ഏറ്റവും നമുക്ക് മനസ്സിൽ വേദന തോന്നിയത് ഒരു ഓട്ടോ ഡ്രൈവർ ഗുഡ്സിലെ അവർക്ക് നമ്മൾ പത്രിക കൊടുത്തപ്പോൾ അയാൾ ആ നിവേദിത ചേച്ചീൻ്റെ ഫോട്ടോ നോക്കി അതിലേക്ക് തുപ്പി അത് വലിച്ച് ചവിട്ടുകൊട്ടയിൽ എറിയണ പോലെ എറിഞ്ഞ്, അതായത് നമുക്ക് പാർട്ടി എന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടീമിലുള്ള എല്ലാവർക്കും ഇതൊരു വല്ലാതെ ഒരു വേദനീയമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയതും. ഈ വനിതാ പ്രവർത്തകരാണ് എന്നുള്ള ഒരു പരിഗണന പോലും തന്നില്ലല്ലേ? അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സങ്കടം. നമ്മൾ 5-6 വനിതകൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ട് അവരെടുത്തുനിന്ന് ഇത്ര മോശമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങളും മോശമായിട്ടില്ല, അത്യാവശ്യം പ്രതികരണത്തോടു കൂടെ തന്നെ അവരെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ നിങ്ങളുടെ തീരുമാനം? പാർട്ടി തീരുമാനിക്കുന്ന പോലെ ഞങ്ങളും അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. എന്തായാലും സംഘടനാപരമായ തീരുമാനങ്ങൾക്കനുസരിച്ചായിരിക്കും ഇനിയുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ മഹിളാ മോർച്ച പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. പരപ്പനാടിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം B. സോണകൃഷ്ണ, ജനം.